മലപ്പുറം ചേളാരി IOC പ്ലാന്റിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം മുടങ്ങി. ട്രക്ക് ഡ്രൈവർമാരുടെ നിസ്സഹകരണമാണ് സിലിണ്ടർ വിതരണം മുടങ്ങാൻ കാരണം. 3000 സിലിണ്ടറുകളാണ് ഇന്ന് വിതരണം ചെയ്യേണ്ടിയിരുന്നത്. ഇതോടെ മലബാർ മേഖലകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണം പ്രതിസന്ധിയിലായി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, എന്തുകൊണ്ടാണ് ഡ്രൈവർമാർ നിസ്സഹകരിക്കുന്നത്? അജിംസ് ഇവർ നേരത്തെ അറിയിച്ച, അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, സാധാരണഗതിയിൽ പ്ലാന്റ് പ്രവർത്തിക്കാത്തതാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു നിലവിലെ സാഹചര്യം ഇത് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ ഗ്യാസിന് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് കൂടി പ്രവർത്തിക്കാൻ അവർ തീരുമാനിക്കുകയും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ വരികയും ഗ്യാസ് ഫില്ല് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ കൃത്യമായൊരു വ്യക്തത ഇതിനകത്ത് വന്നിട്ടില്ല. അതായത് ഇപ്പം ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നേരത്തെ ഈ ട്രക്ക് ഡ്രൈവർമാരോട് വിവരം പറയാത്തതാണ് അവർ ഇത്തരത്തിലുള്ള നിസ്സഹകരണത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നിലവിൽ 3000-ഓളം സിലിണ്ടറുകൾ ഇന്ന് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഏതാണ്ട് 110-ഓളം ട്രക്കുകൾ വേണം. 110-ഓളം ട്രക്കുകൾ വേണം. അതായത് മലബാർ ജില്ലകളിലേക്ക്, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കാണ് ഇത് വിതരണം ചെയ്യേണ്ടത്. പക്ഷേ ഈ ട്രക്ക് ഡ്രൈവർമാർ നിസ്സഹകരണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ സിലിണ്ടറുകൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് ഇന്ന് ഏതാണ്ട് 55-ഓളം ട്രക്കുകൾ ഇപ്പോൾ ആ പരിസരത്ത് തന്നെ ഉണ്ട്, ഈ പ്ലാന്റിന്റെ പരിസരത്തുണ്ട്. പക്ഷേ അവരാരും സഹകരിക്കുന്നില്ല ആളാണ്. ഈ ട്രക്കിന്റെ ഉടമകൾ ഇത് കൊണ്ടുപോകാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഈ ഏജൻസികളും ഇത് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈവർമാരുടെ യൂണിയനാണ് ഇത് സഹകരിക്കാത്തത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. അവർ നേരത്തെ അറിയിക്കാത്തതാണ് പ്രശ്നമെന്നാണ് ലഭ്യമാകുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ പോലും ഈ പ്ലാന്റ് തുടർന്ന് പ്രവർത്തിക്കാം. ജീവനക്കാരെല്ലാം സന്നദ്ധരാണ്. ഈ ഡ്രൈവർമാരെത്തിയാൽ അല്ലെങ്കിൽ ട്രക്ക് എത്തിയാൽ അതിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാനുള്ള സന്നദ്ധതയാണ് ഇവരെല്ലാവരും ഉള്ള. ആ രീതിയിൽ തന്നെയാണ് ജീവനക്കാരെല്ലാവരും എത്തിയിട്ടുള്ളത്. 110 ട്രക്കുകളിലേക്ക് കൊണ്ടുപോകാനും 3000-ഓളം സിലിണ്ടറുകൾ കൊണ്ടുപോകാമെന്നുള്ള ഒരു ധാരണയിലാണ് ഇന്ന് ഉള്ളത്. പക്ഷേ ഈ ട്രക്ക് ഡ്രൈവർമാരുടെ നിസ്സഹകരണം മൂലമാണ് ഇപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ വിതരണം ഇപ്പോൾ പ്രതിസന്ധിയിലായി നിൽക്കുന്നത്. ശരി ജംഷീർ.